കോഴിക്കോട് മഴ കനക്കുന്നു. വിവിധയിടങ്ങളിൽ കടലാക്രമണം രൂക്ഷം. അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് തീരദേശവാസികൾ. മലയോര മേഖലയിലെ വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞു വീണ് നാശനഷ്ടം സംഭവിച്ചു. ജില്ലയിൽ രാവിലെ മുതൽ പെയ്ത കനത്ത മഴയിൽ നിരവധി നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ശാന്തിനഗർ കോളനി, ചാമുണ്ടിവളപ്പ്, ഗോതീശ്വരം, കടലുണ്ടി എന്നിവിടങ്ങളിലെ വീടുകളിൽ കടലാക്രമണം മൂലം വെള്ളം കയറി. ഈ ലൈനിലായിട്ട് മൊത്തം വരാൻ ഒരു 10-15 വീടുകൾക്ക് ഒക്കെ ബാധിക്കുന്നുണ്ട്. എല്ലാ വീടുകൾക്കും സർക്കാർ ഉണ്ടാക്കി കൊടുത്തതുകൊണ്ടും അല്ലാതെ ഞങ്ങൾ വീട് ഇല്ലാത്തവർക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ എല്ലാം ബാധിക്കുന്നുണ്ട്. ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ വെള്ളമാണ് നിറച്ച് വെള്ളം. അമ്മ മാത്രമല്ല ഇവിടെ. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എന്ത് ചെയ്യാനാ, കടൽ തീരത്തൊക്കെ ആരും വീട് തരുമോ? ഇതേമാതിരി എൻ്റെ അമ്മേൻ്റെ വീട് അവിടെ വീണ് കിടക്കണത്. വെള്ളം കയറി മണ്ണൊക്കെ എടുത്തിട്ട് അവിടെ വീണ് കിടക്കുക. മക്കളെല്ലാം അവിടെയാണ് വേർത്തും കണ്ട് ബും നന്നുകാണ്ട് ചുമര അങ്ങോട്ട് വീണും ചെയ്തുങ്ങളാ പറയാൻ. അപ്പം ഈ അന്തി പാതിരാക്ക് മഴ കാറ്റ ഇത് എടുത്താൽ എന്താ കോട് പോയി എടുക്കൂ. അധികൃതർ നിരവധി തവണ പ്രദേശത്ത് സന്ദർശിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് തീരദേശവാസികൾ പറഞ്ഞു. കൊല്ലം കൂടുമ്പോൾ എന്താവാണ് കടലെടുക്കുക ചെയ്യുന്നത്. ഇത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഡെപ്യൂട്ടിമാരുടെ വാർഡും കൂടിയാണ്. ഇലക്ഷൻ്റെ മുന്നോടിയായിട്ട് ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യും, ഒന്ന് കാണിച്ചു പോകും. ഇവിടെ ഏകദേശം ഒരു 100-300 കുടുംബങ്ങളോടെ ഉണ്ട് ഈ ഏരിയയിൽ. ശക്തമായ കടൽഭിത്തി നിർമ്മിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇവിടെ കോർപ്പറേഷനും ഗവൺമെൻറ്റും കൂടിയിട്ട് ഒരു പദ്ധതി എടുത്തിട്ട് 10-20 ചില്ലാണ് വീട് കൊടുത്തതാണ്. ഓലിക്കറിയാം ഇത് 50 മീറ്റർ വിട്ടിട്ടാണ് ഈ കുടിൽ വ്യവസായങ്ങൾ കൊടുക്കേണ്ടതെന്നുള്ള എല്ലാവർക്കും ഗവൺമെൻറ്റിനും നിയമപാലന്മാർക്കൊക്കെ അറിയാം. എന്നിട്ട് ഒരു ഇവിടെ നമുക്ക് കൊണ്ടുപോയി തന്നതാണ്. ഇപ്പം മെയിൻ വേണ്ടിയത് ഈ റോഡ് നന്നാക്കുക, ഈ ഭിത്തി നിർമ്മിക്കുക. അതേസമയം മലയോര മേഖലയിൽ കനത്ത മഴ തുടരുകയാണ്. കാറ്റിൽ തെങ്ങ് കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. കട്ടിപ്പാറ മണ്ണാത്തിയേറ്റുമലയിൽ മണ്ണിടിച്ചിലുണ്ടായി. താഴ്വാരത്ത് മലവെള്ളപ്പാച്ചിലുണ്ടായ സാഹചര്യത്തിൽ താഴ്വാരത്തെ 17 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.